വടകരയിൽ മറ്റ് മണ്ഡലങ്ങളിൽ നടന്നതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിൽ മൊത്തം ഉണ്ടായിട്ടുള്ള ആ വികസനം നമ്മുടെ ഈ വടകര മണ്ഡലത്തിൽ എത്തി നോക്കിയിട്ടില്ല. അങ്ങനെ എത്തി നോക്കാതിരുന്നതിൻ്റെ കാരണം ഇവിടെയുള്ള MLAയുടെ ഈ രംഗത്തുള്ള പക്ഷപാതപരമായ അല്ലെങ്കിൽ വികസനത്തോട് മുഖം തിരി നിൽക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ MLA സ്വീകരിച്ചത്. അപ്പം അതും കൂടി തുറന്ന് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത ഒരു ടേമിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തന്നെ അതിൻ്റെ തുടർ ഭരണം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ പലരും നടത്തിയിട്ടുള്ള ചാനലുകൾ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അത് കേരളീയ സമൂഹത്തിൻ്റെ ഒരു പൊതു വികാരമാണ്, ജനാഭിലാഷമാണ്. ആ ജനാഭിലാഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നില്ല, അതെല്ലാം കാര്യം പറയാം. പക്ഷേ പൊതുവെ ഒരു 3-ാം ഊഴം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുണ്ട് എന്ന് ഈ സമൂഹം വിലയിരുത്തി കഴിഞ്ഞു. അപ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ, ആ ഒരു വികാരത്തോട് അല്ലെങ്കിൽ ആ സംവിധാനത്തോട് ഒപ്പം നിൽക്കാൻ ഈ വടകരയ്ക്കും കഴിയണം എന്നാണ് ഈ ജാഥയിലും അവർ നേരത്തെ നടന്ന ഇപ്പോൾ 140 മണ്ഡലങ്ങളിലും മണ്ഡലം പ്രചരണ ജാഥകൾ നടന്നു. ആ ജാഥയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ വടകര മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡോർ സ്റ്റേഡിയത്തിന് ആ രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് അന്നത്തെ MLA സഖാവ് നാണുവേട്ടനാണ്. നാണുവേട്ടൻ്റെ ഒരു അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്ഥാനം ഉണ്ടായത്. നാണുവേട്ടൻ MLA സ്ഥാനത്ത് നിന്ന് മാറി അത് പൂർത്തീകരിക്കാൻ വേണ്ടി വേണ്ടത് ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. ബാക്കി എല്ലാ പണിയും ഫ്ലോറിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. ആ ഫ്ലോറിങ്ങിൻ്റെ ഇപ്പോൾ MLAയുടെ ഭാഗത്ത് ഒരു സഹായവും കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ഫ്ലോറിങ്ങിൻ്റെ പണി ഇപ്പം നടത്താൻ വേണ്ടി തീരുമാനിച്ചു, കടമെടുത്തിട്ട്. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ട്. ഈ മരവിച്ച് കിടക്കുന്ന ഒന്ന് ഈ നഗരസഭയും ഏതൊരു പ്രദേശത്തും ഈ നഗരസഭയും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളും അതിൻ്റെ ഭരണാധികാരികളും അതാത് MLAമാരും MPമാരും സഹകരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു പ്രദേശത്തിൻ്റെ വികസനം നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു സഹകരണവും നമ്മളുടെ ഈ വടകര മുനിസിപ്പാലിറ്റിക്ക് MLAയുടെ ഭാഗത്ത് കിട്ടുന്നില്ല. അക്കമിട്ട് പറയാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷേ പറയാത്തിട്ട് സമയത്ത് പറയാം. മുനിസിപ്പാലിറ്റിയുടെ എല്ലാ പരിപാടികളിലും MLAയെ പങ്കെടുപ്പിക്കണം എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ഒന്ന് മുനിസിപ്പാലിറ്റി എന്നൊരു സ്വതന്ത്ര ഏജൻസിയാണ്. മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് അതുപോലെ മറ്റു പരിപാടിക്ക് അതിനാണ് അവിടുത്തെ ചെയർപേഴ്സൺ ഉള്ളത്. ആ ചെയർപേഴ്സണെ മാറ്റിയിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പരിപാടി മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടിക്കെല്ലാം MLA ക്ഷണിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ മുനിസിപ്പൽ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചു. അന്ന് അവർ വന്നു, പറയാം അന്നാണ് ആകെ വന്നതെന്നാണ്. അതിനു മുമ്പ് പല പരിപാടിക്കും ക്ഷണിച്ച് അവർ വന്നിട്ടില്ല. വടകര മുനിസിപ്പാലിറ്റി ഒന്നുള്ളൊരു വിവേചനമില്ലാതെ MLAയുടെ ഭാഗമായി വരുന്ന എല്ലാ ഫണ്ടും വലിയ രീതിയിൽ ഒരു വിവേചനമില്ലാതെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നാടിൻ്റെ മൊത്തം വികസനം കണ്ട് ആ വിശാലമായ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് നാട്. മുനിസിപ്പാലിറ്റിയിൽ എത്ര കോടി ഉറുപ്പിയാണ് നാണോട്ടൻ്റെ ഭാഗമായിട്ട് വന്ന് ഈ MLA വന്നപ്പോൾ ഒരു പൈസ വടകര മുനിസിപ്പാലിറ്റി കൊടുക്കില്ല. എന്തിനത് നമുക്ക് കണക്ക് വെച്ചാൽ പറയട്ടെ. അല്ല, കണക്കൊന്നും ഓരോ വർഷം ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ട് 1000 കോടി ഉറുപ്പിയാണ് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ മുഖ്യമന്ത്രി ഗവൺമെൻറ്റിൻ്റെ ഓർഡർ എന്താ? അതാത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്ത് അവരിൽ നിന്ന് പ്രപ്പോസൽ വാങ്ങിക്കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വടകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ 16 റോഡ് എഴുതി കൊടുത്തു. വടകര മുനിസിപ്പാലിറ്റി ആ 16 റോഡിൽ എത്ര എണ്ണം കൊടുത്തു? ഈ 16 ഒറ്റൊന്ന് കൊടുത്തു, ഒറ്റൊന്ന്. ബാക്കി 15 13 റോഡ് അവർക്കിഷ്ടമുള്ള കൊടുത്തു. ഇതാണോ സഹകരണം? എന്നിട്ട് അത് മാത്രമല്ല, ഈ റോഡ് ഇവർ കൊടുത്ത റോഡ് ഒന്ന് അവിടുത്തെ എൻജിനീയറിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിലാണ്, MLAയുടേതല്ല. മുനിസിപ്പാലിറ്റിയാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്. രണ്ടാമത്തെ അതിലേക്കുള്ള ഇരട്ട നിയന്ത്രണം എന്ന് പറയുന്നത് MLAക്കല്ല, ആർക്കാ? മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർക്കുള്ള ഇങ്ങനെ വിട്ടുകിട്ടിയ ജീവനക്കാർക്ക് ഇരട്ട നിയന്ത്രണമുണ്ട്.
ആ ഇരട്ട നിയന്ത്രണം ഒന്ന് അവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക്, രണ്ടാമത്തെ ആർക്കാ? എഞ്ചിനീയർമാരുടെ രണ്ടാമത്തെ നിയന്ത്രണം ആർക്കാ? ഇരട്ട നിയന്ത്രണത്തിൽ രണ്ടാമത്തെ നിയന്ത്രണം ആർക്ക്? MLA-ക്കാണോ? MLA-ക്ക് നിയന്ത്രണ അധികാരമുണ്ടോ? നിങ്ങൾ പറയാൻ സഹകരിക്കില്ല. MLA ഈ മുനിസിപ്പാലിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ MLA-ക്ക് രണ്ടാമത്തെ നിയന്ത്രണം ഉണ്ടോ? നിങ്ങളെന്താ പറയാത്തൊന്നും? നിങ്ങൾക്കെന്താ മറുപടി ഇല്ലാത്തത്? ആ രണ്ടാമത്തെ നിയന്ത്രണമില്ലാത്ത MLA ഈ എഞ്ചിനീയറിംഗ് കൂട്ടി എസ്റ്റിമേറ്റ് എടുക്കാൻ പോയി 4 CMP-ക്കാർ, അതാണോ RMP-ക്കാരെ കൂടി MLA? ഒരു സംഗതി, വളരെ കടലോരത്ത് വലിയ കടലാക്രമണമുള്ളതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ട് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള എന്താ പറയുക കടൽ ഭിത്തി കെട്ടാൻ കണ്ടു. ഒരു കടൽ ഭിത്തി കെട്ടിയിട്ട് കൊണ്ടുവന്ന് പുറങ്കര ഒരു രക്തസാക്ഷി സ്തൂപമുണ്ട്, ഉഞ്ചൻ രക്തസാക്ഷി സ്തൂപം. അതിൻ്റെ കുറേ ഇപ്പുറം കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തി പറഞ്ഞോട്ടെ. രണ്ടാമത് വീണ്ടും ഗവൺമെൻറ് കൊടുത്തു ഇപ്പുറത്തേക്ക്, അതിൻ്റെ അപ്പുറം 100 മീറ്ററായിട്ടും വിട്ടിട്ട് അതിൻ്റെ ഇപ്പുറത്തു നിന്ന് മാത്രം കെട്ടി തുടങ്ങും. കെട്ടിയില്ല, ഇപ്പം കെട്ടി തുടങ്ങും അവിടെ നിന്ന് അങ്ങോട്ട്. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ബാക്കി എല്ലായിടത്തും ഇത് തടയും. കടൽ ഭിത്തി എന്നാണെങ്കിൽ ഈ ഒഴിവ് വരുന്ന ഗ്യാപ്പ് കൂടി വലിയ രീതിയിൽ ശക്തമായ തിരമാലയും അടിച്ചു കയറി ഈ കൊഞ്ചൻ രക്തസാക്ഷി സ്തൂപം അപ്പാടങ്ങ് കടപുഴകിപ്പോവും. അതൊരു നല്ല സ്വദേശപരമായി ചെയ്യേണ്ട ഒരാളല്ല. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരാ പേരുമെല്ലാം പറഞ്ഞു വരുന്ന കക്ഷികളാണ് രസം. ഇവർ കമ്മ്യൂണിസത്തിൻ്റെ അപ്പോസ്തലന്മാർ എന്നാണല്ലോ ഇവർ പറയുക. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.